നായിന്റെ മോനെ എന്നാലും വിളിക്കേണ്ടി വരും, മനസ്സിലായി? അതെല്ലാം തെറിയല്ല. അപ്പൊ തെറി വിളിക്കാൻ പറ്റാം, തെറിയാണ്. പക്ഷെ നമുക്ക് ഹാർഡ് കോർ ആയിട്ട് ഭയങ്കര അറപ്പുണ്ടാക്കുന്ന വാക്കുകളില്ലേ, അത് മാത്രം നമുക്ക് ബാൻ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് അത്രയും അറപ്പ് തോന്നിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ നമുക്ക് ബാൻ ചെയ്യുള്ളൂ. അപ്പം ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ മാത്രം വിളിക്കാൻ പറ്റില്ല എന്നുള്ള ലെവലിൽ ഒരു ചെറിയ ലിസ്റ്റ്, ഒരു 10 വാക്കുകൾ അല്ലെങ്കിൽ 5-10 വാക്കുകളുടെ ഒരു ലിസ്റ്റ് വേണം. അതിൽ പൂ വേർഡ് വേണം, പൂ വേർഡ് വേണ്ട, പിന്നെ ആ വേർഡ് വേണ്ട. ഓക്കെ, എം വേർഡ് കുഴപ്പമില്ല. ഞാൻ പറയും മൈ വേർഡ് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് തമിഴ് വേർഡാണ്, അത് ശരിക്കും ഡിക്ഷണറി വേർഡാണ്. തമിഴ് മയിൽ എന്ന് പറഞ്ഞാൽ സിനിമയിലെല്ലാം കേൾക്കുന്നത് അറിയാം, അത് നമ്മൾ നോക്കണ്ടാവില്ല. ഞാൻ പറയുന്നത് ഏറ്റവും അറപ്പുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ കൂവും താവും അങ്ങനത്തെ എല്ലാം മാത്രം നമുക്ക് ബാൻ ചെയ്താൽ മതി. ബാക്കി കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഇതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്പാം ചെയ്താൽ നമുക്ക് പോളണ്ട. ഇത് അത്യാവശ്യം അതായത് ഡാർക്ക് ആയിട്ടുള്ള വേർഡ്സ് മാത്രം ബാൻ ചെയ്തിട്ട് നോർമലി ഉള്ള തെറിയെല്ലാം നമുക്ക് അലോ ചെയ്യാം. അതായത് നായിന്റെ മോനെ ഓൾറെഡി നമ്മൾ അലോ ചെയ്തതാണ്. അതേപോലെ മൈ വേർഡും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അതായത് ഇതും കൂടി അതല്ല പറയാൻ ഇൻഫർമേഷൻ. തെറിയ നമ്മള് ദേഷ്യം പിടിച്ചിട്ടാ അങ്ങനെ വിളിക്കുമ്പോ തെറിയാവും. ഇത് ഇൻഫർമേഷന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചാറ്റ് ഈ തായോ ആ വേർഡും അങ്ങനത്തെ എല്ലാം ഡാർക്ക് സാധനമാണ്. അങ്ങനത്തെ ആൾക്കാർ കേട്ട അറപ്പുണ്ടാക്കുന്ന സാധനങ്ങളില്ല, അല്ലെങ്കിൽ സ്പീക്കറിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ മാത്രം നമുക്ക് ബാൻ ചെയ്യാം. അല്ലാണ്ട് സിനിമയിലെ കേൾക്കുന്ന വാക്കുകൾ ഈ മൈ വേർഡല്ല, അതെല്ലാം നമുക്ക് അലോ ചെയ്യാം. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യും, യോജിക്കാത്തവര് നോ ടൈപ്പ് ചെയ്യും. ഓക്കെ, യോജിക്കുന്നവര് യെസും യോജിക്കാത്തവര് നോ. എന്താ അഭിപ്രായം പറ ചാറ്റ്. 49 come on everybody in. അങ്ങനെ ഞാൻ ഇതാക്കിയ അല്ല മാറ്റം വരികയാണ്. ഒരുമാതിരി ഇമ്പ്രൂവ്മെന്റ് ആയി പോയല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് പറയാൻ പറ്റും ഇപ്പൊ ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റോ? ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ നോക്കിട്ടെ, ഇത് പൊലാടി അറപ്പുണ്ടാക്കുന്ന അത് അറപ്പിന്റെ മക്കളെല്ലാം കാണുന്നല്ലടാ. ഞാൻ പറയും തെറി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ആകെ 9 മാത്രമേ പറ്റൂ, ബാക്കി ഒന്നും പറ്റൂല. ആണ് അങ്ങനെയാണ്. അല്ലാണ്ട് ഇത് ബാക്കി ഇത് ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കാര്യം. ഇത് ഫാമിലി ആയിട്ട് കാണുന്നവർക്ക് 9 പ്രശ്നം തന്നെ ആണ്. പക്ഷെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. Social responsibility. I want to do this for India is my country. My Indians are all Indians and brothers and sisters. They are not beggars. ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. അല്ലാണ്ട് ഞാൻ ഷട്ടിട്ട് തുള്ളി ഉള്ള കാര്യം തന്നെ സംഭവിച്ചു. ഫാമിലി ആസ് എ ഫാമിലി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റൂല. ഏത് നിങ്ങക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് പറയുന്നത് ഓഡിയൻസും ഇത് കാണുന്ന അഭിപ്രായം എടുക്കാം. എല്ലാരും ഏറ്റവും മുതിർന്ന ആളായ ബുദ്ധി ഉണ്ടാവണമെന്നില്ല. എത്രയോ മുതിർന്ന ആൾക്കാരുടെ ബുദ്ധി ഇല്ലാത്ത കണ്ടവനെ ചിരികണ്ട കള്ളൻ. ഇവ അത്രയും കള്ളനാണ്. ഇവൻ ഡബ്ല്യു വരാൻ വേണ്ടി വെറുതെ ഇവനാ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, തെറി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ 9 മോനെ ഒഴിവാക്കണം. ഉപ്പാനക്കറി 9 മോനെ അല്ല, നീ പറഞ്ഞ മാക്സിമം അത്രയും അവസ്ഥ എല്ലാരും അഭിപ്രായം പറ. അടുത്ത മുന്നു പറ. മോൻ ഉൾപ്പെടെ നിന്റെ ഉപ്പാന്ന് പറയുന്ന ഉൾപ്പെടെ എല്ലാം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, കാരണം എന്ത് നമ്മളിപ്പോ ഉപ്പാനൊക്കെ ഉപ്പ ഓരോ 9 മോനെ ഇങ്ങോട്ടാന്നല്ലോ വിളിക്കുന്നത്. ഈ പിള്ളേരും ഇതെല്ലാം കാണുന്നതല്ലേ, ആണോ അല്ലേ?
ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കാം. അല്ലെങ്കിൽ ലൈവ് മൊത്തത്തില് ഇത് കാരണം ഒരു ഇതുണ്ടാവില്ല, നമ്മള് പിന്നെ സംസാരിക്കാൻ പേടിക്കും, മനസ്സിലായി? അധികം മൊത്തം സൈലൻസ് ആയി പോകും ലൈവില്. അതുകൊണ്ടാ പറയുന്നത്. എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിമൽ ആയിട്ട് തെറി വിളിക്കുന്നുണ്ട്. മയില് പോലും യൂഷ്വൽ കോൺവെർസേഷനിൽ നമ്മളിത് വരുന്നുണ്ട്. അത് ഈ പബ്ലിക്കിനോറെ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സ്ഥിതിക്ക് ഇപ്പൊ 9 മാത്രം വെച്ചു അത് ഒഴിവാക്കി. അതിൽ നല്ലത് എല്ലാം ഒഴിവാക്കണം. അല്ലെങ്കിൽ കുറച്ച് ഇത് വെക്കണം, കുറച്ച് വെക്കിട്ട് ബാക്കി ഒഴിവാക്കാം. എന്തിനാ നമ്മുടെ ആൾക്കാർ വിളിക്കുന്ന കാര്യല്ലേ? മാത്രമല്ല 40-54 ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കാം. അല്ലെങ്കിൽ കുറച്ച് ഇത് നമ്മളിവിടെ നാച്ചുറലി എന്താണോ അത് ആൾക്കാർക്ക് ഒരാളെ ബോഡി വെച്ചിട്ട് അത്രയും തരം താഴ്ത്താണ്ട് അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടിന്റെ ഇതൊക്കെ ഉള്ള ഈ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് മിനിമം ആയിട്ട് ഒരാളെ സാധാ ഒരു യങ്സ്റ്റേഴ്സിന്റെ കോൺവെർസേഷനിൽ വരുന്ന കാര്യങ്ങൾ ഈ പറയുന്ന എംവേർഡും നമ്മൾ അതിന്റെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി ഇതാക്കുക. അല്ലെങ്കിൽ അതെ, അതായത് അസ്പാക്ക് പറയുന്നത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ മൊത്തം ഒഴിവാക്കണം, അല്ലാണ്ട് കുറച്ചെണ്ണം ഒഴിവാക്കിയിട്ട് കുറച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യരുതെന്നാണ് അസ്പാക്ക് പറയുന്നത്. ജാസി പറയുന്നത് നമ്മള് ഇവിടെ റിയൽ ആയിട്ട് നമ്മളെന്താന്ന് നാച്ചുറൽ ആയിട്ട് നമ്മള് വായിൽ വരുന്നത് മൊത്തമായിട്ട് അവിടെ കൊടുക്കാന്നാണ്. ഷമീർ പറയുന്നത് ഷമീർ ഫേക്ക് വർത്താനം പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ ഷമീർ ഫേക്ക് വർത്താനം, ഷമീർ റിയലി അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഷമീർ വെറുതെ ഇല്ല, അവിടെ റിയൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്. ഫാമിലി ഓഡിയൻസിന് ഞാൻ യോജിക്കുന്നത്. ചെറിയൊരു തെരുവുകൾ നമ്മളെ കൂട്ടത്തിൽ എല്ലാരും വിളിക്കുന്നത് ആ ഒരു ഇതിൽ സംഭവിക്കുന്നത്, അല്ലാണ്ട് വലിയ തെരുവുകളൊന്നും വിളിക്കാണ്ട് നിന്നാ മതി. എന്റെ അഭിപ്രായം ഫാമിലി ഓഡിയൻസിന് അത്രയും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ ഷടി ഇട്ടതുള്ളൂ. അങ്ങനെ സ്പിന്ന് വന്ന് വിചാരിക്കേ സപ്പോർട്ട് ഇത് ഇവനടക്കം കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇത് ചെയ്തത്. ഇവിടെ മുതിർന്ന കല്യാണം കഴിഞ്ഞ അച്ഛനുണ്ട്, ഇവനുണ്ട്, എല്ലാം ഓനോടുണ്ട്. ഇവിടെ ഉണ്ടാകുമ്പോ എന്നെ ചെയ്തത്, ഇവിടെ ഉണ്ടാകുമ്പോ ചെയ്തത്, ഇവിടെ ഉണ്ടാകുമ്പോ ഇത് അന്നേരം ഒരുത്തന്നെ തടയാൻ പറ്റില്ല. ഡാൻസ് കളിക്കാൻ അസ്പാക്ക് എന്ത് ചെയ്യും? ഒന്ന് പറയട്ടെ, ഞാൻ ഷഡ്ഡിയിട്ട് തുള്ളുമ്പോ ഇവനുണ്ട്. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാം, അവളെ പീഡിപ്പിക്കാം, അതിലും കുഴപ്പമില്ല. പീഡിപ്പിച്ച ശേഷം കുഴപ്പമുണ്ട്. അതുപോലത്തെ വർത്താനം ഇപ്പൊ പറഞ്ഞത്. അതുപോലത്തെ ഇത് കണ്ടോണ്ട് നിന്നിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം മറ്റേ ഡാൻസ് കളിക്കാനുള്ളത് എല്ലാവർക്കും ഒരേപോലെ എടുക്കുന്ന പണിഷ്മെന്റ്. അത് പറഞ്ഞാൽ ഞാനും ചെയ്യണമായിരുന്നു. ഞാൻ ചോദിക്കാം, ഷഡ്ഡിയുടെ ഡാൻസ് വരുവാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഷഡ്ഡിയുടെ ഡാൻസ് കളിക്കാനുള്ളത് എല്ലാവർക്കും വന്ന പണിഷ്മെന്റ് ആണ്. അത് ഓൻ ചെയ്തത് ഓന്റെ താല്പര്യ പ്രകാരമല്ല. അത് പണിഷ്മെന്റ് വന്നോണ്ടാ. എല്ലാരും മുണ്ടാടുക, ലീഡറാ മുണ്ടാടുക. ഞാൻ സംസാരിക്കട്ടെ. അതായത് ഞാൻ പറയട്ടെ, ഷഡ്ഡിയുടെ ഡാൻസ് കളിക്കാന്നുള്ളത് പണിഷ്മെന്റ് ആണ്. ഓക്കെ, അത് നീ പറഞ്ഞ ശരിയായിട്ടില്ല അസ്പാക്ക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ തിരിച്ചു പറയരുത്, ഞാൻ ഫുള്ള് പറയട്ടെ. അതായത് ഷഡ്ഡി ഇട്ടിട്ട് ഡാൻസ് കളിക്കാന്നുള്ളത് ഇവിടെ ചാറ്റിനോട് ചോദിച്ചിട്ട് നമ്മളെല്ലാരും കൂടിയിട്ട് എടുത്ത ഇതാണ്, പണിഷ്മെന്റ് ആണ്. അത് ഒരാൾക്ക് ശിക്ഷയായിട്ട് കിട്ടുമെങ്കിൽ ഷമീർ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കല്ലോ, ഇവിടെ വന്നിക്ക് ഇവരോട് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ മുണ്ടാണ്ട് തിരിച്ചു പറയാണ്ട് കേൾക്കുന്നാണ്ടാ, അതാണ് റെസ്പെക്ട്. മനസ്സിലായി? ഇവരോട് ഞാൻ ഇപ്പൊ പറയുമ്പോ ഇവൻ തിരിച്ചു പറയാൻ നീ പറയുമ്പോ നീ തട്ടിക്കയറി, നീ എന്റെ മേത്തേക്കല്ല കയറുന്നത്. അതായത് ഈ പണിഷ്മെന്റ് ഷഡ്ഡി ഇട്ട് തുള്ളാന്ന് വെച്ചാൽ ഇപ്പൊ അസ്പാക്കിന് അത് ഷഡ്ഡി ഇട്ട് തുള്ളാൻ വന്നു വിചാരിക്കാം, ചെയ്യണം. അനക്ക വന്നു വിചാരിക്കാം ഷഡ്ഡി ഇട്ട് തുള്ളേണ്ട പണിഷ്മെന്റ്. അത് നമ്മൾ ചെയ്ത തെറ്റിന് നമുക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ആണ്. അതാണ് അവൻ ചെയ്തത്. അത് ആൾക്കാരെ അത് തീരുമാനിച്ചത് ജനങ്ങളെ തീരുമാനം. അതുകൊണ്ട് അവൻ ചെയ്തത്. മനസ്സിലാ? ഇപ്പൊ നിനക്കത് ഷഡ്ഡി ഇട്ട് തുള്ളേണ്ട സിറ്റുവേഷൻ വന്നേ നീ ചെയ്യൂലേ? ഞാൻ ചെയ്യൂല.
പിന്നെ അടുത്ത റൂളതാ. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയട്ടെ. നമ്മൾ ഈ തെറി എന്നുള്ള സാധനം ഇവിടെ എന്തിനാ ഒഴിവാക്കുന്നു? ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ടാണോ? നീ ലീഡർ അല്ല, ഉത്തരം പറ. ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ടോ? ആണ്. ആ ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ട് തെറി ഒഴിവാക്കുന്നു. എന്നിട്ട് ആ തെറി വിളിച്ചാൽ ഷഡ്യൂൾ ഡാൻസ്. ശരിയാണ്. അതിന്റെ ലോജിക്ക് എന്താ? അത് ഓക്കെ. അത് വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം. കോമാളിത്തരം കാണിക്കാനോ അങ്ങനെ ഫെയിം ആനാൻ വേണ്ടിയിട്ടെങ്കിൽ പണ്ടേക്ക് വേണ്ട നിന്റെ അപ്പുറം കൂടേനും ആണോ? അതൊന്നല്ല പറയട്ടെ. ആയിരുന്നോ? എന്ത് കാണിച്ചാലും ഫെയിം ആനോ, എന്ത് കോമാളിത്തരം കാണിച്ചാലും, എന്ത് ഇത് കാണിച്ചിട്ടാണെങ്കിലും ഫെയിം ആണെന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിലും ഞാൻ എന്ത് കോമാളിത്തരത്തിൽ പണ്ട് നിന്റെ പേര് നിന്നേനെ. ഇന്നിപ്പൊ നീ ഞാൻ പറയട്ടെ, അത് കണക്റ്റഡാ. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് ഫാമിലി ഓഡിയൻസിന് കാണുന്നതെന്ന് നമുക്ക് എല്ലാം അറിയാം. അതിനാണ് തെറിവാക്കുന്നത്. ആ തെറി വിളിച്ചിട്ട് കാണിക്കുന്നത് ഷഡ്യൂരിറ്റി. അത് ഞാൻ ഗ്യാങ്ങിന്ന് പോണോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ വേണ്ട, ഞാൻ ലൈവില് വേണ്ട തീരുമാനിച്ചാൽ പോലും ഞാനത് കാണിക്കൂല. എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ ശരി, കാരണം റൂളീസ് റൂളാണ്. ഓക്കെ, ഞാൻ ഇറങ്ങിപ്പോണ്ടി വന്നാലും ശരി, റൂളീസ് അറിയാം. പക്ഷെ എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ ഞാനൊക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ ലീഡർഷിപ്പ് മുനുവാണ് കോ-ലീഡർ. മുനു ഗ്യാങ്ങിന്റെ കോ-ലീഡർ. മാത്രമല്ല, ഞാൻ അങ്ങനെ ചെയ്യും. പണിഷ്മെന്റ് കാണുന്ന ഓഡിയൻസും ടി വി കാണുന്ന ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കാണുന്ന ഇത് എന്തുകൊണ്ട് അന്ന് ചോദ്യം ചെയ്തില്ല? ഒന്ന് വായൂട്ട്. ഞാനിവിടെ ഷഡ്ഡിട്ട് കളിക്കുമ്പോ ഈ പറഞ്ഞ പരിപാടി ചെയ്യുമ്പോ 18,000 ആൾക്കാർ വോട്ട് ചെയ്ത് ഇത് കളിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോ ഞാൻ സന്തോഷത്തോടുകൂടി ഞാൻ കളിക്കുന്നല്ല, നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഞാൻ ഒന്ന് പറയാൻ വിട്. ഞാൻ പറയുമ്പോ ഒന്ന് പറയട്ടെ ഒരു കാര്യം. ഞാൻ ഇവിടെ ഇത് കളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ 10-40 വയസ്സായ അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ വിക്കീത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിയാദ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അസ്പാക്ക് ഇവന്റെ ബായിൽ അണ്ണാക്കില് പിരിവെട്ടിയാന്ന് അല്ലെ? പള്ളിയിൽ നേർച്ച കൂടാൻ പോയ നീ പള്ളിയിൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി ഉത്തരം പറയട്ടെ. ഇവൻ പറഞ്ഞു അന്ന് ഇവൻ ഡാൻസ് കളിച്ചപ്പോ എന്തുകൊണ്ട് ഞാൻ എതിർത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ ഡാൻസ് കളിക്കണോ വേണ്ടി ഇവന് തീരുമാനിക്കായിരുന്നു. പിന്നെ ഞാൻ പറയട്ടെ, ഞാനിപ്പോ എന്താ പറഞ്ഞത് അങ്ങനെ ഗ്യാങ്ങിന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഞാൻ കളിക്കണം. ഞാൻ നിലപാടാണ് പറഞ്ഞത്. അത് ഇവനും ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ഇവനത് കളിക്കാൻ റെഡിയായി? ഇവനറിയാം എന്ത് വേണമെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ അറിയായിരുന്നു എന്ത് വേണം എവിടെ കൊടുക്കണം. ഇവനറിയായിരുന്നു. ഞാൻ പറയട്ടെ, എനിക്കത് വേണമെങ്കിൽ ഒരു ഒന്നാമത്തെ കാര്യം, അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഷമീർ കളിക്കുന്നത് എന്നാ ഞാൻ കാണാനില്ല എന്നുകൊണ്ട് അനക്കുവാങ്കില്ല. ഞാനിതിന്റെ ഒരു പാർട്ടായപ്പോ മനസ്സിലായോ? അപ്പൊ അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറയുമ്പോ എന്റെ കാര്യം വേറെ ആയിരുന്നില്ല. എന്റെ നിലപാട് വരുമ്പോ ഞാനത് കാണിക്കുന്ന വേണം. ഇതാണ് എന്റെ സ്റ്റാൻഡ്. വേറെ കാര്യങ്ങളും ഞാനൊരു കാര്യം പറയട്ടെ. എടാ, ഞാനിത് ഇൻട്രസ്റ്റോട് കൂടി ഞാനിത് അങ്ക് ചട്ടിയിട്ട് തുള്ളാൻ വേണ്ടിട്ട് ഞാൻ തുള്ളിയതല്ല. ഇവിടെ ഒരു റൂളാക്കി, ഇവിടെ ഒരു സ്പിൻ ബോൾ സാധനമാക്കി. റൂൾ ഈസ് റൂൾ. ഇത് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് നാറുകൾ ഉണ്ടല്ലോ പൊന്നു മക്കളെ. നിങ്ങളിപ്പോ എവിടെ പോയി? പൊത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ച കുർബാന കൂടാൻ പോയടാ നീയല്ലിപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ, ആ സമയത്ത് ഇവന് ഡയലോഗ് പറയണം. അന്നേരം ഈ ഡയലോഗ് ഇല്ലേ? കാരണം എന്താ അറിയോ, ഒരു കാര്യം പറയട്ടെ. ഇതെന്താ അറിയോ, ഒരു കൂട്ടത്തിൽ കൂടുമ്പം ആ കൂട്ടത്തിൽ തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനെ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാവരും വാഴ്ത്തും. അതിനെ തെറ്റായിട്ട് ആരും കാണൂല. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു തെറ്റ് നടക്കുമ്പോ ആരും അതിനെ കുറിച്ച് എല്ലാവരും സപ്പോർട്ടീവ് ആണ്. ആ പരിപാടിയാണ് ഇവനും അടക്കം ചെയ്തത്. അന്നേരം ഒന്നും ബായി ഉറക്കൂല, അന്നേരം ഒന്നും മിണ്ടൂല, അന്നേരം ഒന്നും ഇതാക്കൂല. ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോ ഞാൻ എന്തിനാ ഞാൻ ചെയ്തത്? അനക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഷഡ്ഡിയിട്ട് തുള്ളാൻ വേണ്ടി? ഞാൻ എന്തുകൊണ്ട് ചെയ്തു? ഓഡിയൻസ്
പറഞ്ഞു നിങ്ങൾ പോൾ ചെയ്തു, ഞാൻ അത്ര പറഞ്ഞു എനിക്ക് ഒരു കല്യാണം കഴിക്കണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞു. അതൊന്നും ആരും കണക്കിലെടുത്തില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്തു. ആസ് എ സ്ട്രീമർ ഞാൻ എന്റെ കാര്യം ചെയ്തു. എന്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. ഇപ്പൊ സംഭവം അറിയോ, ഇതിലുള്ള കാര്യം എന്താ അറിയോ, ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഇവന് ഇത്രയും കാലം ഇവൻ ഇപ്പം വന്നു, ഇത്രയും കാലം ഇപ്പം വന്നു, ഇവൻ മങ്കി കയറി പെട്ടുപിടിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താ കുഴപ്പം? അപ്പൊ ഇതല്ല. ഞാൻ പറയട്ടെ, ഇതില് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആസ് എ സ്ട്രീമർ ഇവൻ അത് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇവന് അത് ചെയ്തിട്ടില്ലെങ്കിൽ ചാറ്റിന്റെ ഇത് കിട്ടൂല. ചാറ്റ് പറയുന്നത് തെറ്റ് ഇതാക്കി കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാറ്റിന്റെ സപ്പോർട്ട് കിട്ടൂല. കാരണം ചാറ്റ് പറയുന്നത് ചെയ്യാന്നുള്ള ഞാനായാലും ഷമീർ ആയാലും നമ്മൾ രണ്ടാളായാലും അത് ചെയ്യേണ്ടത്. പക്ഷെ അസ്പാക്കിനെ സംബന്ധിച്ച് ഇവനൊരു സ്ട്രീമർ അല്ല, അത് ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത് രണ്ടാളും ഷമീർ ചെയ്തത് തെറ്റാണോ റോങ് ആണെന്നുള്ളത് ഓന്റെ പെർസ്പെക്റ്റീവാ, ഓന്റെ തീരുമാന. അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ചെയ്യേണ്ടതെന്ന് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. നീ പറയുമ്പോ ഞാൻ അടക്കറിയില്ലല്ലോ. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ നീ അത് പറഞ്ഞ പോലെ ഇവൻ സ്ട്രീമർ ആണ്, ഇവൻ അതിന്റെ കാര്യങ്ങളുടെ വാട്ടവർ. ഞാനൊരു സ്ട്രീമർ ആയിട്ടില്ല, ഞാൻ ഇവിടുത്തെ ഒരാളാ, സാധാ ഒരാളാ. എന്റെ ഫാമിലി കാണുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുന്നത്, അങ്ങനെ വീടിന്ന് ഇറങ്ങി പോയാൽ പോലും ഞാൻ അത് ചെയ്യൂലെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇതാ, മനസ്സിലായ? അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്റർടൈൻമെന്റ് ആവൂല ഇല്ല അത് ഞാൻ നോക്കുന്നില്ല. ഞാൻ എന്റെ ഫാമിലി എന്റെ ഇതാ നോക്കുന്നത്. അല്ല എന്റെ ഉമ്മ ഇത് കാണും, ഇത് ആൾക്കാർ ഇത് കാണും. ഈ കാര്യം ഞാൻ അവിടെ നോക്കുന്നുള്ളൂ. അവിടെ ഓൻ ചെയ്തത് ഓന്റെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി റൈറ്റ് ആയിരിക്കും. ഞാൻ അവൻ അതിൽ കുറ്റം പറയുന്നില്ല. പക്ഷെ ഓൻ പറഞ്ഞു ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്ര തെറി പാടില്ല, എല്ലാം വിളിക്കണം. അങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഇതുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കണം. ഇത് ഇവിടെ ഷഡിട്ട് വിളിച്ചിട്ട് ഇന്ന തെറി പാടില്ല, ഇന്ന തെറി വേണമെന്ന് പറയുന്നതിന്റെ ഈ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. തെറിയെല്ലാം തെറിയാന്ന്. ആന കെട്ടാനും അടക്ക കെട്ടാനും കള്ളം തന്നെയാണ്. മതി മുതിർന്ന പൗരൻ രണ്ടു വാക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പരിപാടി ചെയ്യരുത്. അല്ല ഞാൻ ഒരു സ്ട്രീമർ ആയിക്കൊണ്ട് എനിക്ക് ചെയ്യേണ്ട എന്റെ ഇതായിരുന്നു. ഇപ്പൊ ഇവനാണെങ്കിലും ഇവിടെ ബാക്കി ആരാണെങ്കിലും മുനു സ്ട്രീമർ അല്ല, ബാക്കി ആരായാലും നിങ്ങൾ ചാറ്റ് പറയേണ്ട കാര്യം നമ്മൾ കേൾക്കണം. കാരണം നമ്മള് സ്ട്രീമർ ചെയ്യേണ്ട കാര്യം ഓന്റെ സ്റ്റാൻഡിൽ വന്ന് നോക്കുന്നു. വാട്ടവർ ഓന്റെ ശരി, നമുക്ക് നമ്മളെ ശരി, അത് അത്രേ ഉള്ളൂ. മനസ്സിലായി? ഒരു സിമ്പിൾ ചോദ്യം, നീ ഈ മങ്കി കയറിയിട്ട് അപ്പൊ എന്തുകൊണ്ട് സോഷ്യൽ പ്രതിബദ്ധതയുള്ള നീ എന്തുകൊണ്ട് പെണ്ണുപിടിക്കാൻ നിൽക്കുന്നു? എന്ത് പെണ്ണുപിടിക്കാൻ? അതൊരു വീഡിയോ ചാറ്റ് പ്ലാറ്റ്ഫോമാണ്. അതിലെന്ത് ഞാൻ ഓളെ പോയി അടക്കറി പിടിച്ച നീ എന്ത് പറയുന്നത്? പിന്നെ എന്തിനാ നീ പെണ്ണിന്റെ അടുത്ത്? ഞാൻ മങ്കി കയറിയിട്ട് കാണിച്ച ഒരു വൃത്തിയോട് ഞാൻ എന്തിനു കാണിക്കണം? അങ്ങനത്തെ ഇത് ചെയ്യൂലല്ലോ. ഞാൻ പറയട്ടെ, ഒരാളുടെ ഫാമിലിന്റെ കാര്യമാണ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഞാനും പൊട്ടരാ, നീയും പൊട്ടരാ, നമ്മള് ശ്രീനിവാസാ, നമ്മള് കോമാളികളാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോ ഇത് അല്ലാണ്ട് ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ കാര്യം പറയട്ടെ, എന്റെ വീട്ടില് ഉമ്മയും ഇതെല്ലാം ഉണ്ടാ, നമ്മള് എന്റെ ഉമ്മയെല്ലാം ഇതെല്ലാം കാണുന്നടാ. ഞാൻ പറഞ്ഞ പിന്നെ എന്നിട്ട് ഒരുമാതിരി നീ എന്താ തുള്ളാൻ പലതും പറയും, നീ എല്ലാം കണ്ട് തുള്ളാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവരെയും ഈ ഓഡിയൻസിനെ വിശ്വസിക്കുന്ന ഇത് നമ്മളെ തെറ്റാടാ. ഞാൻ ഈ എന്റർടൈൻ ഞാൻ പറയുന്നത് നമ്മള് സ്ട്രീമേഴ്സാണ്, നമ്മൾ ഇങ്ങനത്തെ കോമാളികളാണ്. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇതിലുള്ള പ്രൈസാണ് ഇത്, മനസ്സിലാ? ഇതില് അങ്ങനെ സാക്രിഫൈസ് ചെയ്താലേ ഇവനെന്തിനിപ്പോ ക്യാമറന്റെ മുമ്പിൽ ഇവൻ വന്നു? ഞാൻ പഠിച്ചു കയറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഫേമസ് ആകുന്നതിൽ തെറ്റുണ്ടോ? ഫേമസ് ആകാൻ വരുന്ന ഒരാള് പിന്നെ ഒരാളെ കുറ്റം കാണിക്കരുത്. അതായത് മൊയലിനെ കാണിച്ചിട്ട് ഇതിന്റെ കുറ്റം പറയരുത്. എല്ലാവരും ഒരേ വിഭാഗത്തില. അപ്പൊ പിന്നെ ഇവൻ മാത്രം ഫേമസ് ആണെന്നൊന്നുമില്ല. നല്ല കാര്യം അബ്ദുൽ കലാം നീ ഇല്ല ഞാൻ ഒരു കാര്യം പറ്റി, ഇവൻ ഇപ്പൊ ചെയ്തതിന്റെ 100 ഇരട്ടി ചെയ്തിട്ടിരിക്കുന്നവനാ ഞാന്. മനസ്സിലാ? അങ്ങനത്തെ അങ്ങനെ പറയട്ടെ, ഇതിൽ ഒറ്റ ഇതേ ഉള്ളൂ. ഷമീർ വാട്ടവർ ഷമീറിനാണ്. പക്ഷെ ഞാൻ ചെയ്യൂല. നല്ലതിൽ തീർക്കണം. നമുക്ക് ഇത് നല്ലതിൽ തീർക്കണം. ഇതൊരു ഡിബേറ്റ്, നമ്മളെ മുന്നോട്ടേക്കുള്ള യാത്രക്കുള്ള ഒരു ഡിബേറ്റ്. ഒരു നല്ലതിനാവട്ടെ ഈ സംസാരം. അതെ,
ചിലപ്പോ ഇതോടുകൂടി നമുക്കൊരു തീരുമാനം നമ്മളെ തെറിവിളികൾ വേണോ വേണ്ടത് ഇതിൽ എൽ ഷമീർ അത് സ്പാൻ ചെയ്യുന്നത് നിങ്ങളവിടെ ഒന്നും പറയാനില്ല. അത് ഓന്റെ സ്റ്റാൻഡിൽ നിൽക്കണം. നിങ്ങൾ എൽ ഷമീർ ഇടുന്നത് നമ്മൾ ഇടുന്ന ഡിബേറ്റ് എൽ ഷമീർ ഇടുന്നതിന്റെ എല്ലാ അസ്പാക്കുന്ന ഇടുന്നവരോടും എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾ എന്നെ ഇട്ടോട്ടെ ഞാനത് നിങ്ങൾ എന്നെ അല്ലിട്ടോ, നിങ്ങൾ എന്നെ തെറി വിളിച്ച് അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഷമീറിന് അല്ലിടുന്ന നമുക്ക് ഒരു കാര്യമല്ല. ഓ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇതായതാ ഞാൻ പറഞ്ഞത്. എന്റെ പെർസ്പെക്റ്റീവേ ഞാൻ പറഞ്ഞുള്ളൂ. ഓനെ പിടിച്ച് മാറ്റാൻ നമുക്ക് കഴിയില്ല. മനസ്സിലായ? നിങ്ങളെല്ലാം എന്നെ ഇട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഓനിടുന്നതിന്റെ ലോജിക്കാൻ അറിയോ? ഞാൻ പറയുന്നത് അന്തിമ തീരുമാനം ഞാൻ പറയാം. അതായത് എന്ത് പറയാ, എല്ലാവർക്കും സ്ക്രിപ്റ്റഡ് ബൈ MRG എന്ന് പറയുന്ന ഇവിടെ നാറികളെ ഇത് എന്താണ് നമ്മളിവിടെ നാടകം നടക്കുന്ന നാടകം ഒന്നും അടിപൊളി ആവില്ല. ഇത് കിടിലം പോലെ പോയ സാധനം അടിപൊളി ആവില്ലട്ടാ. ഇവിടെ മെയിൻ സ്ക്രിപ്റ്റിന് വേണ്ടി ഇരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ജാസിയിൽ ഇൻവോൾവ് ആകുന്നതോടുകൂടി ഇതിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലാ? ജാസിയാണ് സ്ക്രിപ്റ്റ്. മനസ്സിലാ? അങ്ക് ഒറ്റ സാരെ അങ്ക് കൊണ്ടിട്ടുള്ളൂ. അതായത് നീ ഷഡ്ഡി ഇട്ടിടും തുള്ളിയല്ലേ എടാ, അത് നിനക്ക് കേട്ടാവൂലേ? അങ്ങനെ പറഞ്ഞു നമ്മൾ എന്തിനാടാ ചെയ്യുന്നത്? ഇവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങനെ പറയാൻ കാരണം അങ്കിതൊന്നും ആവശ്യമില്ല. അങ്കിന്റെ ഞാൻ പറയുന്നവര് മാത്രം സംസാരിച്ചാൽ മതി. ഓക്കെ, എന്താ നിനക്കെന്താ പറയാനുള്ളത്? ഇതന്നെ വേർതിരിവ്. അതായത് ഞാൻ ഫേമസ് ആകുമ്പോന്നല്ല അങ്കിങ്ങനെ ഇതില്ല, പിന്നെന്തിനാണ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്? അല്ല, അതിനെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് പറയാം. അല്ല മുണ്ടാടിക്ക്. ഞാൻ സംസാരിക്കുമ്പോ ആരും ഉണ്ടല്ലേ, ഞാൻ സംസാരിക്കുമ്പോ ആരും ഉണ്ടരുത്. ഓക്കെ, അതിന്റെ ഒരു സംഭവം ഞാൻ പറയാം. അസ്പാക്ക് ലൈവിൽ വന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് കയറ്റിയതാണ്. പിന്നെ റിഗ്രറ്റ് ചെയ്ത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവനെ കയറ്റിയതിന് ശേഷം എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും കൊല്ലം ഈ 2-3 കൊല്ലമായിട്ട് ഇവന്റെ ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സ്ട്രീമിൽ കയറണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഫേമസ് ആണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിവൻ ഇൻവൈറ്റ് ചെയ്യലുണ്ട്, ഇവൻ വരലില്ല. പക്ഷെ ഇത്തവണ ഞാൻ ഇവനെ നിർബന്ധിച്ച് പിടിച്ച് ലൈവിൽ കയറ്റി. ഇപ്പൊ എനിക്കത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവൻ എന്താ പറയാ, അല്ല ഇപ്പൊ അല്ല, മിന്നാന്ന് ഇവൻ വന്നിട്ട് ഇങ്ങനെ എന്റെ പഴയ കഥയിൽ എക്സ്പോസ് ചെയ്യാൻ പോയപ്പോ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നി. സ്റ്റിൽ എല്ലാവർക്കും അവരവരുടേതായ ഇത് ക്യാരക്ടറും അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോ അസ്പാക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അസ്പാക്കിനോടാണ് ഈ ഷഡ്ഡിട്ട് തുള്ളാൻ പറഞ്ഞെങ്കിൽ അസ്പാക്ക് ചെയ്യൂലായിരുന്നു. കാരണം ചെയ്യൂലായിരുന്നു. പക്ഷെ എന്നോടാണെങ്കിൽ ഞാൻ ചെയ്യും, എന്നോടാണ് നീ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരാളെങ്ങനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഈ 18,000 ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ഈ 4 ലക്ഷം ആൾക്കാർ കാണുന്ന ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെയും കൂടി അഭിപ്രായത്തിനെ മാനിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഒരുത്തൻ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ നീ ഷഡ്ഡിട്ട് തുള്ളിയാലടാ നിങ്ങക്ക് വീട്ടിലെ ആൾക്കാർ വള്ളം കൊടുത്തേ എനിക്ക് നീ വെറുതെ ഇല്ലാത്തത് ഇതാക്കരുത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞാ മതി, എനിക്ക് മൈക്കൊന്നും വാങ്ങണ്ട കയ്യിൽ. ഇവൻ പറഞ്ഞു ഇന്നത്തെ നല്ല രീതിയിൽ ഞാൻ കാര്യം പറയില്ല. ഞാൻ ഇവൻ പറഞ്ഞു ഇന്നത്തെ തെറിവാക്കുന്നുണ്ടെങ്കിൽ ഇത്ര വിളിക്കാൻ പാടില്ല. അതായത് ഓൻ എല്ലാ ദിവസവും തെറി കിട്ടലുണ്ട്, എല്ലാ ലൈവും തെറി വിളിക്കുന്നുണ്ട്. ഷമീറ, നീ പറയുന്ന നമ്മ എല്ലാവർക്കും കേട്ടിരുന്നു. ഇവൻ പറയുമ്പോ നീ മാറിക്കുന്നത് ശരിയല്ല. നീ വന്നേ പറ. എല്ലാ തെറിയും ഒഴിവാക്കണം എന്നാണ് ഇവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതല്ല വിഷയം. നീ പറഞ്ഞു ഇവൻ പറയുന്നത്, നീ പറഞ്ഞു ഇവൻ ഷഡ്ഡിട്ട് തുള്ളിയിൽ ഇവനെ കളിയാക്കി എന്ന് പറഞ്ഞു. എത്തുന്നേ അതായത് നമ്മൾ ഇതെല്ലാം ആഫ്റ്റർ ഓൾ ഇതെല്ലാം ചെയ്യുന്നതിനാ എന്റർടൈൻമെന്റ് അല്ല. ഈ തെറി ഒഴിവാക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്ന ഫാമിലി എന്നുള്ള സാധനം. ഞാൻ എന്താ പറഞ്ഞത്, ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കണം. എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വൽ കോൺവെർസേഷനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പെമ്പേടും അത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതാക്കണം. ഇവൻ പറഞ്ഞു അത് പറ്റൂല, കാരണം ഫാമിലി അതാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫാമിലിനെ കൺസേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷഡ്ഡിട്ട് തുള്ളി ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ഫാമിലിനെ അത്രയും കൺസേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു അപ്പൊ നീ തുള്ളൂ. ഞാൻ പറഞ്ഞു എന്റെ സ്റ്റാൻഡാർഡ് ഞാൻ എടുത്തു, ഞാൻ തുള്ളൂല. നീ തുള്ളൂല. ഒരാള് സൂപ്പർ ചാറ്റ് അസ്പാക്ക് ഇതിന് നീ ഉത്തരം പറയാം. നീ ഇത്രയും ന്യായീകരിക്കുന്നുണ്ടല്ലോ അസ്പാക്കെ. ഇത്രയും ന്യായീകരിക്കുന്ന അസ്പാക്കെ നാളെ നീയല്ലേ തൊപ്പിയെ കൊണ്ട് പണ്ട് ചെയ്യിപ്പിച്ച അപ്പൊ ഈ ഫാമിലി കാണുമോ എന്ന് ഓർത്തില്ല. കറക്റ്റ് ഷമീറാണ് കറക്റ്റ് ചെയ്തത്. ഈ തിരിച്ചറിവ് ബുദ്ധി എന്നുള്ള സാധനം അത് ഇന്നലെ ഇന്നും ഉണ്ടാകുന്നതല്ല. നമുക്കൊരു പോയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. പണ്ട് നമ്മൾ അങ്ങനെ നടക്കുക.
ഈ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മളുള്ള നീയാണോ അല്ല ഈ സൂപ്പർ ചാറ്റ് ഇട്ടോ തന്നെ ഇത് ശരിക്കും പറഞ്ഞാ എന്നെ പറഞ്ഞ പോലെയാണുള്ളത്. മനസ്സിലായ ഈ സൂപ്പർ ചാറ്റ് ഇട്ടോൻ ഇന്നലത്തെ മാറിയില്ലേ ഓര് മാറിയില്ലേ ഈ മാറാനുള്ള ഈ ഇപ്പൊ ഇതിന്റെ മാറ്റത്തിനും ഞാനൊരു ഇതല്ലേ ഇപ്പൊ രണ്ടാമത് അതെ ഈ നിർത്താൻ പറഞ്ഞത് ഞാൻ തന്നെയല്ലേ. അതായത് പണ്ടത്തെ സ്റ്റിൽ അവര് ചോദിക്കുന്നതിൽ കാരണം ഓക്കെ നീ നിർത്താൻ പറഞ്ഞത് നീ ശരി, പക്ഷെ തുടങ്ങാൻ പറഞ്ഞത് നീ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. തെറ്റല്ലേ എന്നാണ് അവര് ചോദിക്കുന്നത്. തെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ഇത് നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ട് അല്ലെ യൂട്യൂബർ ആണെന്നില്ല, ഇത് നമുക്ക് ഒരാളെ വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ഉയരാൻ ഒരു റോൾ മോഡൽ വേണം. നമുക്ക് ആരാന്നുണ്ടായത് ഐഷോ സ്പീഡ് എന്നുള്ള യൂട്യൂബർ നമ്മൾ ഇൻസ്പയർ ചെയ്തത്. ആ യൂട്യൂബർ കാണിക്കുന്ന ക്രേസിനെസ് എന്ന് പറയുന്നത് അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ അത്രയും ഓക്കെ കാര്യം. നമ്മളെ സമൂഹം ഇവൻ പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് ഇവനെ ഒഴിവാക്കാം നമുക്ക്. നമ്മളെ സമൂഹത്തില് ആ രീതിയിലേക്ക് അവരുടെ മെന്റാലിറ്റി വന്നിട്ടില്ല. ഇങ്ങനെ തെറി വിളിക്കുന്ന ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇതിലേക്ക് ഇവരെ ഇൻജക്ട് ചെയ്യാനേ പറ്റും. അന്ന് അത്രയും രീതിയിൽ ചെയ്തുകൊണ്ട് ഇന്നൊരു ഇതിലേക്ക് എത്തി. മനസ്സിലായ? ഓക്കെ ശരി, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാരും ചാറ്റിൽ റിമൂവ് അസ്പാക്ക് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ജാസ്തി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ റിമൂവ് അസ്പാക്ക് എന്ന് പറഞ്ഞാൽ മുകളിൽ പോയിട്ട് കരയാൻ ഇവന് ഇതിന് വേണ്ടിട്ട് വന്നല്ല. അങ്ങനത്തെ പ്രശ്നം ഇവനെ നമ്മൾ ചിന്തിക്കണം. ഞാൻ കാരണം വെച്ചാൽ ഇതിൽ ലാസ്റ്റ് പറഞ്ഞ സൂപ്പർ ചാറ്റിന്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് ഇതേപോലെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല അസ്പാക്കല്ല, പിന്നെ ഇപ്പം എന്തുകൊണ്ട് അസ്പാക്ക് ഇത് പറയുന്നു എന്നുള്ളത്. അതായത് തുടങ്ങിപ്പിച്ചതും അസ്പാക്കാണ്, നിർത്താൻ പറഞ്ഞതും അസ്പാക്കാണ്. ആ സമയത്ത് ഇവൻ എന്നെ കൂടെ അതെല്ലാം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടി, അല്ലെ അങ്ങനെ ചെയ്യാൻ വേണ്ടി എനിക്ക് ഫുള്ള് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ അത്രയും വലിയൊരു ഗ്യാങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ലെഗസി എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ അത്രയും ഒരിക്കലും ഒരു യൂട്യൂബറിന് അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഇൻഫ്ലുവൻസറിന് ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര എമൗണ്ട് എനിക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റി. മനസ്സിലായി? സ്റ്റിൽ ശരിയാണ്, മോശമാണ്, ശരിയാണ്, ഇത് ഫാമിലിക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാനിപ്പം റിഗ്രറ്റ് അടിക്കുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് ജീവിക്കാൻ ആ സമയത്ത് എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അതിനൊരു വഴി കാണിച്ചു തന്നത് ഇവനാണ്. അത് ആ കാര്യത്തിൽ ഞാൻ വേറെ എല്ലാം ഞാൻ ഷമീറിന്റെ ഭാഗത്ത് നിൽക്കും. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, പണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ പ്രാന്തൻ വേഷം എന്നെ കെട്ടി അടുപ്പിച്ച് എന്നെ ഇവിടെ ചെയ്യിപ്പിച്ചതിൽ അതിൽ ഞാൻ പറയല, അതിൽ അസ്പാക്കിനോട് എനിക്കുള്ള കടപ്പാട് ചെറുതൊന്നുമല്ല. മനസ്സിലാവും? ആ കാര്യത്തില് മുത്ത ഇന്നലെ ഞാൻ പറയാലോ, ഇന്നലെ കുറെ ചാറ്റിലും കുറേ കമന്റ്സിൽ ഇന്നലെ കുറെ ഇങ്ങനെ ഞാൻ ഇത് കണ്ടു, കമന്റ് കണ്ടു. തൊപ്പി ഗിവിങ് ഫേവറിസം ടു ഷമീർ, അസ്പാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അസ്പാക്കിനെ ഇതാക്കുന്ന, അസ്പാക്ക് കാരണം ഇവന് നീ ഇടം വരെ എത്തിയില്ല, എന്നിട്ട് ഷമീറിനെ സപ്പോർട്ട് ചെയ്യുന്ന, അസ്പാക്കിനെ ഒഴിവാക്കുന്ന, അവോയ്ഡ് ആക്കുന്ന, അങ്ങനത്തെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഷമീറിനെ എനിക്ക് അധികം പോടാ ഇതൊന്നും പറയാൻ പറ്റില്ല. ഷമീർ പെട്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ചൂടാവും ഇതാവും ചെയ്യും. അസ്പാക്കിനെ അവിടെ പട്ടിയാക്കിയാലും ഒരു ചവിട്ടിയാലും അസ്പാക്ക് എൻ്റെ ഒന്നിച്ച് തന്നെ ആയിരിക്കും. മനസ്സിലാവും? അത് നമ്മൾ പണ്ട് മുതൽ അങ്ങനെയാണ്. മനസ്സിലാവും? ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് അവനോട്. ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇവനോട്. മനസ്സിലാവും? ഷമീറിനോട് അങ്ങനെയല്ല. ഷമീർ പെട്ടെന്ന് ദേഷ്യമാവും, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന കൂട്ടത്തിലാണ്. മനസ്സിലാവും? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ലാസ്റ്റ് പറഞ്ഞ സൂപ്പർ ചാറ്റ് എന്നെ കോമാളിയാക്കി എന്ന് പറഞ്ഞതിന്റെ ആ ഒരു സാധനം, അതിനുള്ള ഒരു മറുപടി പറയണമെന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തെറിന്റെ കാര്യം വേണോ വേണ്ടിയോ എന്നുള്ളതിലാണ് ഈ ഇത് തുടങ്ങിയത്. ഓക്കെ, ഈ എന്താ പറയാ, ഈ തെറിന്റെ കാര്യം ആണോ വേണ്ടിയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിക്ക് ഇപ്പൊ തീരുമാനം അറിയില്ല. നമുക്ക് ഈ ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനമാക്കിയിട്ട് ഞാൻ നാളെ വരാം. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചാറ്റ് നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് എന്താ നല്ലതെന്ന് നോക്കിയിട്ട് ഇതാക്കാം, തീരുമാനിക്കാം. ഓക്കെ, ചെക്ക് എന്ന് പറയുന്നുണ്ട്. ഈ അസ്പാക്ക് തന്നെയല്ല ഇപ്പൊ പ്രസിഡന്റ് കമ്പി ചോദിച്ചത്, അപ്പോ നിന്റെ പകൽ മാന്യത എവിടെ പോയി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഒരു ഉത്തരം പറ. അതായത് നിന്റെ സ്ട്രീമില് സൗണ്ട് ആക്കില്ല, ഞാൻ മങ്കി കയറിയ സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഇവൻ ചെയ്തായിരുന്നു. അപ്പൊ നീ അന്നേരം സോഷ്യൽ പ്രതിബദ്ധത അല്ല ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും തെറ്റ് പറയാം. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും തെറ്റുകാരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്റർടൈൻമെന്റ് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. അതിന് ടൂളായിട്ട് അസ്പാക്ക് നിന്നിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഓക്കെ, അതൊന്നും വിചാരിച്ചിട്ട് കോമാളി കുറച്ചാൾക്ക് ഇതാകേണ്ടി വരും. അപ്പൊ അവർ അങ്ങ് എന്താ പറയാ, അവർ നല്ലതാണോ, അപ്പൊ കുറച്ച് ആൾക്കാരെ കോമാളിയായിട്ട് അവർ ഇതായിട്ടും കാണിക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നുള്ളൂ. ഇതിൽ ആരാ ശരി ആരാ തെറ്റെന്ന് എനിക്ക് തീരുമാനിക്കാൻ ഞാൻ ആളല്ല, നിങ്ങൾ തന്നെ അത് തീരുമാനിക്കും. അല്ല, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി ചാറ്റ് പറയുന്നതോ ഇവർ പറയുന്നതോ ആയ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർക്ക് വേണ്ടി. എന്നിട്ട് ഇവരുടെ തുപ്പും ഇതും കേൾക്കേണ്ടതും ഞാന്
പിൻവീലേഴ്സ് MRG ഗ്യാങ് റൂൾ. അത് പറ്റാത്ത ആരും തൊപ്പിയുടെ കൂടെ ലൈവ് ചെയ്യണ റെസ്പെക്ട് ഗ്യാങ് റൂൾസ്. ഓൾസോ ചെയ്യാൻ പറ്റാത്തവർ ചെയ്യിപ്പിക്കാനും നിൽക്കല്ലോ എന്ന് പറയുന്നത്. ചെയ്യാൻ പറ്റൂല അപ്പൊ ഇറങ്ങി പോകാന്നല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ നീ ഇറങ്ങിക്കോ, അതാണ് ചാറ്റ് പറയുന്നത്. അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇറങ്ങിക്കോന്നാ പറയുന്നത്. അങ്ങനെയാണ് അസ്പാക്ക് ഇറങ്ങിക്കോ. അതെ ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഗ്യാങ് ലൈവില് ഗ്യാങ് റൂൾസ് പാലിക്കാൻ പറ്റാത്ത ആൾക്കാർ ഗ്യാങ് ലൈവിൽ നിൽക്കണം. അങ്ങനെ ഒരാളെ റിമൂവ് ചെയ്യുന്ന പരിപാടി ശരിയല്ല. അത് വേണ്ട. അങ്ങനെ ഒരു പരിപാടി അങ്ങനെ പോകണ്ടെങ്കിൽ ആദ്യം ഞാൻ പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പോകും. അങ്ങനെ ഒരു പരിപാടി ഇല്ല. അങ്ങനെ ഒരു പരിപാടി അങ്ങനെ ഒരു പരിപാടിയുടെ നടക്കൂല. മുന്നോട്ടിരുന്ന എല്ലാവരും നിന്നോട് റിമൂവ് അസ്പാക്കുന്ന അത്രയും ആൾക്കാർ ചാറ്റിൽ റിമൂവ് അസ്പാക്ക് പറയുന്നുണ്ട്. റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. റിമൂവ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് റിമൂവിനല്ല. ഒരു സമയത്ത് ഒരു 5 മിനിറ്റത്തേക്ക് സോഷ്യൽ പ്രതിബദ്ധത ഉണരും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി രാത്രി പോയി പരിപാടി. അത് സോഷ്യൽ പ്രതിബദ്ധത അല്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം കാണിക്കണം. അല്ലാണ്ട് ഈ ഫേക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, 5 മിനിറ്റത്തേക്ക് സോഷ്യൽ പ്രതിബദ്ധത, അത് കഴിഞ്ഞാൽ മറ്റേ പരിപാടി. അതിനോട് അസ്പാക്ക് തെറ്റാണ്, ഞാനും തെറ്റാണ്, നീയും തെറ്റാണ്. നമ്മളെ എന്റർടൈൻമെന്റ് വേണ്ടി അതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഓനൊരു സ്ട്രീമർ അല്ല, നമ്മള് സ്ട്രീമേഴ്സ് ആണ്. നമ്മൾ സ്ട്രീമേഴ്സ് സ്ട്രീം ചെയ്യാം, ഓനൊരു ലൈവിൽ വേണ്ട. അതാണ് ഏറ്റവും നല്ലത്. ശരിയൊന്നല്ല. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തുന്നത് ശരിയൊന്നല്ല. അതിനോട് ഞാൻ യോജിക്കൂല. അസ്പാക്കിനെ ഒഴിവാക്കരുത്. അതിനോട് ഞാൻ യോജിക്കൂല. അല്ല അത് കാര്യമുള്ള സംഭവമാണ്. ആൾക്കാർ റിമൂവ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഓൻ ഇതിൽ പങ്കെടുക്കണ്ട. ഓൻ ബാക്കി പങ്കെടുക്കണ്ട. ഞാൻ പറയുന്നത് സ്പിന്നും ഓനെ ഒഴിവാക്കി കൊടുത്താൽ മതി. തീർന്നല്ലോ. സ്പിന്നും ഓനെ ഒഴിവാക്കോ. ഓൻ വരണ്ടാന്ന് പറയാനുള്ള ഇത് നിങ്ങൾക്ക് അത്ര ഇതായിട്ടുള്ള ഫ്രണ്ടാ ഓൻ. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇത് റിമൂവ്? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കിത് കുഴപ്പമൊന്നുമില്ല. ഞാൻ റിമൂവ് അസ്പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സ് വിഷമിച്ചിട്ടൊന്നല്ല ഓനെ. എനക്കറിയാം ഓൻ ഇതിനുള്ളിൽ എങ്ങനെയാ ഓൻ ഇത് ചിന്തിക്കുന്ന എനിക്കറിയാം. ഓനിക്ക് ഇതൊന്നും അല്ല, മനസ്സിലായി. ഓൻ ഇതിന് വേണ്ടി ജീവിക്കുന്നതും അല്ല. ഇതിന് വേണ്ടിട്ട് ഇറങ്ങി ഇതായിട്ട് ഒരുമ്പട്ട് ഇറങ്ങിയ ഒരാളല്ല, ഒരു മനുഷ്യനല്ല. ഓൻ എങ്ങനെയാന്നുള്ള എനിക്കറിയാം. റിമൂവ് എന്ന് പറഞ്ഞാൽ ഓനിക്ക് കല്ല് പുല്ല് അത്രേ ഉള്ളൂ, മനസ്സിലായോ? അതൊന്നും സീനല്ല. അതുകൊണ്ടാണ് ഞാനും അത്ര ധൈര്യത്തിൽ ഓനോട് റിമൂവ് അങ്ങ് പോയിക്കോന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഓനോടുള്ള എന്റെ ഇതങ്ങനെയാണ്, ഫ്രീഡം എനിക്ക് അങ്ങനെയാണ്, ഓനക്ക് എന്നോട് അങ്ങനെയാണ്. അതൊന്നും സീനൊന്നും അല്ല. ഇത് എത്ര കാലമാണ്, ഇത്രയും കാലം ഓന്റെ ക്യാമറന്റെ ബാക്കിലാണ് നിന്നെങ്കിൽ ഇനി അങ്ങോട്ടും എനിക്ക് ക്യാമറന്റെ ബാക്കിൽ നിൽക്കാൻ എനിക്ക് അറിയാം. ഓക്കെ, അതൊന്നും സീനൊന്നും അല്ല, മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചോളൂ. ഇത്രയും കാലം വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാനാണോ ലീഡർ? ഞാൻ തീരുമാനിക്കും, നീയൊക്കെ കേക്കും, മനസ്സിലാ? വായി കൂട്ടിട്ട് അവിടെ ഇരിക്കുക. അടുത്ത പരിപാടി ചെയ്യാം. ആരും പറഞ്ഞില്ല. ഇനി അഥവാ ഷമീർ റിമൂവ് എന്ന് പറഞ്ഞാലും ലാസ ലീഡർ ഞാൻ പറയുന്നത് നിന്നെ റിമൂവ് ചെയ്യുന്നില്ല, നീ എന്റെ കൂടെ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ ലൈവ് ചെയ്തോണ്ടുന്നത്. അല്ലടാ, ഓനക്ക് അത് സീനല്ല, ഓന ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാ നമ്മള് എടാ ഞാൻ പറയുന്ന വെച്ചാൽ ഷമീർ കാരണം ഇതായിട്ട് പോയി. ഞാൻ തെറ്റുകാരനും ഇവൻ നന്മയായിട്ടുള്ള എന്ത് സിമ്പതി പരിപാടിയാണിത്. എടാ മോനെ ഒഴിവാക്കിയിട്ട് എന്തിനാണ് നീ ഓനെ കുറ്റം പറയുന്നത്? പാവം വിടറ, ഓൻ എന്നെ ലൈവിൽ വരുന്നില്ല, അത് നിർത്തേ. നമുക്ക് വിഷയം മാറ്റാം. എന്തായിക്കോട്ടെ. നീ എന്താ പറയുന്നത്? ഓന് വരാൻ താല്പര്യം ഓൻ വരട്ടെ. എടാ ഓന് താല്പര്യം ഇല്ല, എനിക്ക് അറിയാവനാ ഷമീറ. ഓക്കെ 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 വിട് വിട് വിട്. നമ്മ വിഷയം ചെയ്യാം. ഇതെല്ലാം ഓവർ തിങ്ക് ചെയ്യല്ല ഷമീറ, എല്ലാം ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യല്ല നീ. ഞാൻ കാര്യം പറയാലോ, അത്രയും ആൾക്കാർ ചാറ്റിൽ പറഞ്ഞു. പിന്നെ എന്താ നിന്റെ തലയിൽ വരാൻ നിൽക്കുന്നത്? ഇത് തലയിൽ വന്നാൽ തന്നെ വന്ന് അത്ര തന്നെ. ഇതെന്താ ആദ്യമായിട്ടാണോ എല്ല് വരുന്നത്? ഒരു 2 എൽ ഷമീർ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത്.
പോളുന്നില്ല അസ്പാക്ക് ലൈവിൽ ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. എപ്പെങ്കിലും ഇടക്കെല്ലാം വന്നിട്ട് ഗസ്റ്റ് സ്ട്രീമിലെല്ലാം ഓൻ ജോയിൻ ചെയ്തോട്ടെ. അല്ലാണ്ട് സ്ഥിരമായിട്ട് ലൈവില് ഓനെ വേണം. കാരണം ഓൻ ഡെയിലി വീട്ടിലുള്ളതുകൊണ്ട് ഇടക്കോ ലൈവിൽ വന്നോട്ടെ. പക്ഷെ സ്ഥിരമായിട്ട് ഒരു ഗ്യാങ് സ്ട്രീമിൽ ഒന്നാമത്തെ കാര്യം MRC ഗ്യാങ്ങിന്റെ ഒഫീഷ്യൽ മെമ്പറായിട്ട് ഞാൻ അസ്പാക്കിന് ഇതുവരെ എടുത്തിട്ടില്ല. മനസ്സിലാ, ഓനക്ക് അതിനുള്ള താല്പര്യമില്ല. എനക്കും ഓനെ അതിലേക്ക് ഇതാക്കാൻ താല്പര്യമില്ല. മനസ്സിലാ, ഓൻ MRC മെമ്പർ അല്ല. അപ്പൊ ഓനവിടെ പുറത്ത് നിൽക്കട്ടെ. ഓക്കെ, എനിവേസ് സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് നമ്മള് ഇങ്ങനെ ഫുള്ള് പ്ലാൻ. എടാ ഇത് നോക്കത്, ഇവന്റെ കണ്ണ് നോക്ക്. നീ ഒന്ന് മുന്നോട്ടേക്ക് പോയാ ഇത് സ്ക്രിപ്റ്റ് ആണോ നിങ്ങൾ നോക്ക്. ഇവന്റെ കണ്ണും മുഖവും എന്റെ കണ്ണും മുഖവും ചോദിച്ചിട്ട് നോക്ക്. നിങ്ങൾ സ്ക്രിപ്റ്റ് ആണോ അല്ലോ നിങ്ങൾ തീരുമാനിക്കും. സ്ക്രിപ്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, എനിവേസ് കാര്യമാണ്. വെറുതെ എന്താ ആരകറ്റീന്ന് ഒന്ന് പോടാ മോനെ. ഈ 2 മണിക്കൂർ ലൈവല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ മക്കളെ. റിയൽ ലൈഫിൽ എങ്ങനെയാന്ന്, അല്ലെങ്കിൽ ഡെയിലി ഇതിപ്പോ ഈ ലൈവ് നിന്ന് പുറത്താക്കി വെച്ചിട്ട് ഓനവിടെ പോയിട്ടിരുന്ന് കാര്യമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓൻ വിചാരിക്കുന്ന ആഹോ സന്തോഷം രക്ഷപ്പെട്ടെന്ന് വെച്ചിട്ട് ഒരിക്കും പോയിട്ട് ഇരിക്കുന്നുണ്ടാ. നിങ്ങൾ വെറുതെ വന്നിട്ട് കോൾ അസ്പാക്കുന്നുണ്ട്. സ്പാമിയല്ലേ ബായ് കൂട്ട്. എടാ നിർത്തടാ, അടുത്തന്നെ പറടാ. നിങ്ങൾ വിചാരിക്കുന്നു ഓനക്ക് ബാഡില്ല, എനക്കും ബാഡില്ല, അത് തീർന്നു. ബാഡില്ല. ഓൻ വരും, ഓൻ ഇടക്കിടക്ക് ലൈവിൽ വരും. നാളെ വരും. ഓക്കെ, നാളെ വരും, അല്ലെങ്കിൽ മറ്റന്നാളെ വരും. ഇടക്കിടക്ക് ഓൻ നമുക്ക് ലൈവ് കയറ്റാം. ഡെയിലി ഓൻ ഇരുത്തി ഒരു സൈഡിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുള്ള പരിപാടി വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതില് എനക്കറിയില്ല അതെന്താ ചെയ്യേണ്ടത്. ഓനെ വിളിക്കും. ചില സമയത്ത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എടാ ഒന്ന് വിളിച്ചേ. ഓന് കൊറേ എന്തോ അഭിനയിക്കുന്നുണ്ടായിരുന്നു. എടാ അസ്പാക്ക എന്താ വിളി കേൾക്കുന്നില്ല. ഓനെന്താ വിളിച്ചാ കേൾക്കൂല. അസ്പാക്ക എന്താ കൊറേ മോനെ കേട്ട് ഒരു റിമൂവ് ഷെമീർ വരുമ്പോഴേക്ക് ഓവറാക്കുന്നത്. ഓനെ 1000 റിമൂവ് അസ്പാക്ക് പറഞ്ഞിട്ടാന്ന് അവൻ ഞാൻ പറഞ്ഞിട്ടാന്ന് ഓൻ പോയത്. ലൊട്ടെ നിന്റെ ഒരു റിമൂവ് ഷെമീർ വരുമ്പോഴേക്ക് വലിയ ഓവറാക്കുന്നത്. ഇങ്ങോട്ട് വന്നേ. ഇടാ എന്താന്ന് ഇതെല്ലാം MRCനെ ബാധിക്കട്ടെ. ഷെമീർ ഇങ്ങനെ MRC തല്ലിപ്പിരുന്ന പോലെ ആൾക്കാരെ വിചാരിക്കട്ടാ. ഞാൻ കാര്യം പറയല്ല, നിന്റെ എല്ലാം ഓവർ ആക്ടിങ് ചെയ്തുകൊണ്ടല്ല. ചിരിക്കുന്നതാണോ സാറി? ആടെ പോയിട്ട് ചിരിക്കുന്നതാണ് ഈ എടാ പട്ടി, എടാ ഫേക്ക് പട്ടി, നിന്റെ മുഖേ അടിച്ചു പൊട്ടിക്കുക. അതിനെ പിടിച്ചോണ്ടോ ചിരിക്കുന്നതാണ് പോയിട്ട്. ഇവരവിടെ സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിട്ട് ഓരോ പരിപാടിയും മാറി. സ്ക്രിപ്റ്റ് ആടെ കറക്റ്റ് സ്ക്രിപ്റ്റ് ആയത് മൊത്തം സ്ക്രിപ്റ്റാ. അതാ കണ്ടാ ഇവരുടെ സ്ക്രിപ്റ്റ് അത്. എന്നാൽ DQ പുതിയ ആൽബം നോക്കും. DQന്റെ പുതിയ ആൽബം അറിയാം. കുറച്ച് അവിടെ ഇന്ന് ഗസ്റ്റ് ഉണ്ടടാ. നമുക്ക് മുട്ടിപ്പാട്ട് ഗസ്റ്റ് ഉണ്ടടാ. ഇവിടെ ഗസ്റ്റ് ഉണ്ട്. സോളോ മതി. സോളോ അല്ല, ഇത് ഗസ്റ്റ് എടാ അസ്പാക്ക. ഗസ്റ്റിന് അസ്പാക്കാന്നട്ടെ ഇതാടും. അപ്പൊ ഇവിടെ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നേ. നിന്റെ ഈ ഈഗോയിൽ ലൊട്ടെല്ലാം മാറ്റി വെച്ചോളാം. നമുക്ക് കുറച്ച് സമയം സെലിബ്രേറ്റ് ചെയ്യാൻ പോയത്. മനസ്സിലാ? വാ എടാ അസ്പാക്ക. എടാ ഒന്ന് വന്നേ അസ്പാക്. എടാ പാടാ അസ്പാക. എടാ കുറച്ച് സമയം നീ കൊണ്ടുവന്ന ഗസ്റ്റ് അല്ല ഉണ്ടോ? വാ, നീ കൊണ്ടുവന്ന ആൾക്കാരല്ല. വാ എടാ വാടാ അസ്പാക്ക. ഉറപ്പാ? അങ്ങനെ തന്നെ അല്ലേ? എടാ പിന്നേറ്റം വരാം, നാളേറ്റം വരാന്ന് പറയുന്നത്. ഇപ്പൊ വരൂല. സ്പാമിയല്ല. എടാ മുന്നാട്. എടാ ഷെമീർ ഒഫീഷ്യലി ഗ്യാങ് മെമ്പർ അല്ല. അത് കുഴപ്പമില്ല. ഇവിടെ അടിയാക്കല്ല. ഇവിടെ ഗസ്റ്റ് ഭയങ്കര നീ ഓവർ തിങ്ക് ചെയ്യല്ലേ? നീ എന്തിനാ ഓവർ തിങ്ക് ചെയ്യല്ലേ? കാര്യം പറയുന്നത് ഓനാണ് സങ്കടം പിടിക്കാൻ വേണ്ടി. താല്പര്യമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? നമുക്ക് താല്പര്യമില്ലെങ്കിലോ? നിനക്ക് താല്പര്യം നീ പോയി. എനിക്ക് അത്രക്ക് താല്പര്യം ഉറപ്പാണ് നീ പോയി. ഞാൻ എന്നെ വിളിക്കാൻ നിൽക്കൂല ഷെമീർ. ഞാൻ കാര്യം പറയില്ല. കുറെ സമയം ദേഷ്യം പിടിക്കും. ഇവിടെ ഗസ്റ്റ് വന്ന് നിൽക്കുന്നതാണെന്നില്ലേ ഷെമീറ? ഓൻ കാണുന്നില്ലേ? ഇതെന്താ നമുക്ക് മാത്രം ഇതോ? എടാ ഇങ്ങ് വാ ഷെമീറ. എടാ ഓവറാക്കല്ല. ഞാൻ കാര്യം പറയാം. ഞാൻ നിർത്തിട്ട് പോയതാ.
ഷമീറ വരുന്നുണ്ടെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോയത്. ഞാൻ കാര്യം പറയല്ല, വെറുതെ എനക്ക് അടിക്കാൻ കഴിയില്ല. എടാ നീ സ്ട്രീമറാ, ഞാൻ സ്ട്രീമറാ. നീ സ്ട്രീമർ, അവൻ സ്ട്രീമർ അല്ല. ഓനക്ക് അതിന്റെ ആവശ്യമില്ല, മനസ്സിലാ? പോവാൻ പറ. ബാഗ് എടുത്ത് പോയിക്കോ നീ. നെഗറ്റീവ് വാങ്ങി തരാനുള്ള എന്താടാ നീ ഓവർ തിങ്ക് റിമൂവ് ഷമീർ, ഞാൻ കാരണം ഓൻ ഇതാക്കിന്ന്. ഞാൻ എന്ത് ചെയ്തിടാ ഇതെല്ലാം എന്റെ തലയിലേക്ക്. സോറി ലൈവെല്ലാം പോയി, ഇതെന്തോ ആയി, നെറ്റ് പോയി. ഓവർ തിങ്ക് ചെയ്യല്ലേ ഷമീറ? അല്ല അത് കുഴപ്പമില്ല, സീനില്ല. ഞാൻ അത് മാനിച്ചിട്ടാ ഞാൻ പറയുന്നത്. അത് ഓനിക്ക് വിലയില്ല നീ ഓവർ തിങ്ക് ചെയ്യുന്നതാ. എൽ ഷമീറിന് എത്ര ആദ്യമായിട്ടാണോ ജീവിതത്തിൽ എനിക്ക് എല്ല് വരുന്നല്ല വീടാ. ഒരുത്തം മാത്രം പുണ്യാളം കളിക്കാൻ മുകളിൽ പോയിട്ട് കളി. ഞാൻ എന്നിട്ട് ഇവിടെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ടോ ഓനങ്ങനെ സ്ക്രിപ്റ്റ് ആക്കും? എനിക്ക് തോന്നുന്നുണ്ടോ? വാ